ഗായ്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയൊരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകാം, അതിനെന്താണ് പഠിക്കേണ്ടത്. കൂടാതെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ BA, BCom, BSc തുടങ്ങിയ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി എടുത്തവർക്ക് എങ്ങനെയെങ്കിലും ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകാവോ എന്നതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് എങ്ങനെയാകാം എന്ന് നോക്കി തുടങ്ങാം. ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ ഫസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക എന്നതാണ്. ഇതിന് നിരവധി പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ തന്നെ ഇപ്പോൾ ലഭ്യമാണ്. പൈതൺ, ജാവ, C++, R പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തുടങ്ങിയ നിരവധി പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഇപ്പോൾ ഉണ്ട്. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പൈതൺ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സിമ്പിളാണ്. പൈതണിലാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ സോഴ്സ് പാക്കേജസ്, നിരവധി ലൈബ്രറീസ് എന്നിവയൊക്കെ തന്നെ ലഭ്യമാണ്. കൂടാതെ വലിയ കമ്പനിയായിട്ടുള്ള ഗൂഗിള്, ഫേസ്ബുക്ക് എന്നിവ വികസിപ്പിച്ച ഗൂഗിളിൻ്റെ ടെൻസർ ഫ്ലോ ആകട്ടെ, ഫേസ്ബുക്കിൻ്റെ പൈടോർച്ച് ആകട്ടെ, ഇവയൊക്കെ തന്നെ ഈ പൈതണുമായിട്ട് കമ്പാറ്റബിളാണ്. അതിനാൽ തന്നെ ഭാവിയിലുണ്ടാകുന്ന റിസർച്ച്, സ്പെസിഫിക്കലി ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ നടത്തുവാൻ ഇവർ ശ്രമിക്കുന്നതൊക്കെ തന്നെ പൈതൺ ലാംഗ്വേജിലായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കംഫോർട്ടബിളായി കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാവുന്നതാണ്. കുറഞ്ഞത് ഏകദേശം 2 മാസം മുതൽ 3 മാസം വരെ ഇങ്ങനെ പൈതൺ ലാംഗ്വേജിൽ കംഫോർട്ടബിൾ ആകുന്നതിന് എടുക്കാറുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്നത് ഡേറ്റാബേസിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഡേറ്റാബേസുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് നോക്കിയാൽ, ഒന്നാമതായി നിങ്ങൾ ഒരു SQL ഡേറ്റാബേസ് പഠിക്കണം. രണ്ടാമതായി ഒരു നോൺ SQL ഡേറ്റാബേസും ഇവിടെ ഈ സ്റ്റേജിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ SQL ഡേറ്റാബേസുകളിൽ തന്നെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞതുപോലെ തന്നെ നിരവധി SQL ഡേറ്റാബേസുകളുണ്ട്. ഇതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ MySQL പഠിക്കുന്നതായിരിക്കും നല്ലത്. MySQL ഡേറ്റാബേസ് ആണെങ്കിൽ പഠിക്കുവാൻ തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പമുള്ളതായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി നോൺ SQL ഡേറ്റാബേസിലും നിരവധി ഓപ്ഷനുകളുണ്ട്. അതിൽ ഏതാണ് പഠിക്കാൻ എളുപ്പവും ഉള്ളതെന്ന് നോക്കുകയാണെങ്കിൽ MongoDB എന്ന നോൺ SQL ഡേറ്റാബേസ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ നോൺ SQL ഡേറ്റാബേസ് ആകട്ടെ, SQL ഡേറ്റാബേസ് ആകട്ടെ, അതിലെ MySQL, ഇപ്പോൾ MongoDB തുടങ്ങിയവയൊക്കെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജായ പൈതൺ, ജാവ ഇവയൊക്കെ തന്നെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പഠിപ്പിക്കുന്ന നിരവധി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട്. നിങ്ങൾ ഓർക്കുക, ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് ഇവിടെ വലിയ വാല്യൂ ഇല്ല. നിങ്ങൾക്ക് ഈ ടൂളൊക്കെ ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ സ്കില്ലിലായിരിക്കാം ഏറ്റവും പ്രധാനമായി ഈ ജോലിയിൽ നോക്കുന്നത്. അതിനാൽ തന്നെ ഇതൊക്കെ വളരെ വൃത്തിക്ക് ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ജോലിയിൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുക. അതിനാൽ തന്നെ ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നിടത്തു നിന്ന് വളരെ വൃത്തിക്ക് പഠിപ്പിക്കുന്ന സെൻറ്ററുകളോ ആയിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള താല്പര്യവും ഉണ്ടായിരിക്കണം. അടുത്ത സ്റ്റേജ് സ്റ്റാറ്റിക്സ് പഠിക്കുക എന്നതാണ്. ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ച് പ്രധാനമായും പഠിക്കേണ്ട ഒന്നാണ് സ്റ്റാറ്റിക്സ്. കാരണം സ്റ്റാറ്റിക്സ് എന്നതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഡേറ്റയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. സ്റ്റാറ്റിക്സ് 2 തരത്തിലുണ്ട്: ഡിസ്ക്രിപ്റ്റീവ്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിക്സ് എന്നിവ. ഇവിടെ ഡിസ്ക്രിപ്റ്റീവിലാണെങ്കിൽ ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ കൂടാതെ മറ്റ് ടോപ്പിക്കുകളായ മീൻ, മീഡിയൻ, മോഡ് തുടങ്ങിയവയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവയെല്ലാം ഡേറ്റയുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ നിങ്ങൾ ഡേറ്റയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഡേറ്റയുമായി സംബന്ധിച്ച നിരവധി അസംഷനുകൾ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് കഴിയും. രണ്ടാമതായിട്ടുള്ള ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിക്സ് ആണെങ്കിൽ ഇവിടെ പോപ്പുലേഷൻ ഡേറ്റയെക്കുറിച്ചുള്ള കൺക്ലൂഷനുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. സ്റ്റാറ്റിക്സ് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ഡേറ്റാ സയൻറ്റിസ്റ്റ് എന്ന ജോലിയിൽ. സ്റ്റാറ്റിക്സും ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന നിരവധി ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതേസമയം ഓഫ്ലൈനായിട്ട് പഠിക്കാനും പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് BA സ്റ്റാറ്റിക്സും BSc സ്റ്റാറ്റിക്സ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സോ വല്ലതും ചൂസ് ചെയ്യാവുന്നതുമാണ്. സ്റ്റേജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മെഷീൻ ലേണിംഗ് പഠിക്കണം. മെഷീൻ ലേണിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെഷീൻ ലേണിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരിട്ട് ഡീപ്പ് ലേണിങ്ങിലേക്ക് പഠിക്കാൻ വേണ്ടി കടക്കേണ്ടതാണ്. ഇപ്പോൾ നേരിട്ട് ഡീപ്പ് ലേണിങ്ങിലേക്ക് കടന്നാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാകുകയില്ല.
അഥവാ മെഷീൻ ലേണിങ്ങിൽ പഠിച്ചതിൻ്റെ കോൺസെപ്റ്റൊക്കെ തന്നെ ആയിരിക്കാം ഡീപ്പ് ലേണിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതായി വരുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ആദ്യം മെഷീൻ ലേണിംഗ് പഠിക്കുക. അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഡീപ്പ് ലേണിങ്ങിലേക്ക് കടക്കുക. ലേണിങ്ങിൽ നിങ്ങൾക്ക് പ്രധാനമായി ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്, പിന്നെ കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, റീകറൻറ്റ് ന്യൂറൽ നെറ്റ്വർക്ക് എന്നീ 3 ഇതിലായിരിക്കും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടതായി വരിക. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇനി ഭാവിയിലുണ്ടാകുന്ന അഡ്വാൻസ് ആൽഗോരിതങ്ങളൊക്കെ തന്നെ അതിൻ്റെ ബേസ് ഈ 3 ആയിരിക്കും. അതിനാൽ ഇത് 3-ലൂടെയും കടന്നു പോകുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമായ ഒന്നായിരിക്കും. ഇവയ്ക്ക് പുറമെ ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചുള്ള അറിവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കറൻറ്റ് സിറ്റുവേഷനിൽ ഫേമസ് ആയിട്ടുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോമുകൾ AWS ആമസോണിൻ്റെയും അസ്യൂർ എന്ന മൈക്രോസോഫ്റ്റിൻ്റെയും ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളാണ്. ഇവയും നിങ്ങളുടെ കരിയറിന് ഈ അറിവും ഉപകാരപ്രദമാകും. ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകുന്നതിനുള്ള പഠിച്ചിരിക്കേണ്ട വിവിധ സ്കില്ലുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡേറ്റാ സയൻറ്റിസ്റ്റായി മാറുന്നതിന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിരിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ അറിവ് ഉണ്ടാക്കിയെടുക്കേണ്ടതായി വരുന്നു. ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകുന്നതിന് BA, BCom, BSc തുടങ്ങിയ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയൊക്കെ എടുത്തവർക്ക് കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നോക്കുവാൻ പോകുന്നത്. ഈ വീഡിയോ ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകുന്നതിന് ഈ സൂചിപ്പിച്ച സ്കിൽസൊക്കെ തന്നെയാണ് വേണ്ടത്. അതിന് ഇന്ന ഡിഗ്രി വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതിനാൽ തന്നെ നിങ്ങൾ BAയോ BComോ BScയോ പഠിച്ചതാണെങ്കിലും ഈ വീഡിയോയിൽ സൂചിപ്പിച്ച സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡേറ്റാ സയൻറ്റിസ്റ്റ് എന്ന ജോലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതേസമയം നിങ്ങൾ +2 കഴിഞ്ഞവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഓർക്കുക, ഡേറ്റാ സയൻസുമായി ബന്ധപ്പെട്ട നിരവധി കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഉണ്ട്. അത് തിരഞ്ഞെടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റാ സയൻസിൽ തന്നെ ഒരു ഡിഗ്രി സമ്പാദിച്ച ശേഷം ഈ ഫീൽഡിലേക്ക് കടക്കാവുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് BAയോ BComോ BScയോ BTechോ തുടങ്ങി ഒരു തരത്തിലുള്ള ഡിഗ്രിയോ +2 ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഡേറ്റാ സയൻറ്റിസ്റ്റ് എന്ന ഈ മേഖലയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. അതിന് വേണ്ടത് ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ള സ്കിൽസാണ്. ആ സ്കിൽസ് എല്ലാം നിങ്ങളിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകുവാൻ കഴിയുന്നതാണ്. ഡേറ്റാ സയൻറ്റിസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.